ഒരു മഹത്തായിട്ടുള്ള ഒരു ഇതുണ്ട്. ആ എന്ന ആദ്യാക്ഷരത്തിൽ പകർത്തി എഴുതാവുന്ന ഇതിഹാസങ്ങളാണ്. ശ്രദ്ധിക്കുക, ആ എന്ന ആദ്യാക്ഷരം കൊണ്ട് പകർത്തി എഴുതാൻ സാധിക്കുന്ന ഇതിഹാസങ്ങളാണ് അന്നമൂട്ടിയ അമ്മയും അന്നം നൽകിയ അച്ഛനും അക്ഷരങ്ങൾ കൊണ്ട് അറിവ് നൽകിയ അധ്യാപകനും. കേട്ടിട്ടുണ്ടോ? ഉറപ്പിച്ചോളൂ, മനസ്സിൽ ഉറപ്പിച്ചോളൂ. എന്താണ് ആ എന്ന ആദ്യാക്ഷരത്തിൽ പകർത്തി എഴുതാവുന്ന ഇതിഹാസങ്ങളാണ് അന്നമൂട്ടിയ അമ്മയും അന്നം നൽകിയ അച്ഛനും അക്ഷരങ്ങൾ കൊണ്ട് അറിവ് പകർന്നു നൽകിയ അധ്യാപകനും. ആ എന്നതല്ലേ അധ്യാക്ഷരം മലയാളത്തില്, അല്ലേ? ആ അധ്യാക്ഷരം കൊണ്ട് നമുക്ക് രചിക്കാൻ പറ്റുന്ന 3 ഇതിഹാസങ്ങളാണ്. ഒന്ന് അന്നമൂട്ടിയ അമ്മ, അന്നം നൽകിയ അച്ഛൻ, അക്ഷരങ്ങൾ കൊണ്ട് അറിവ് പകർന്നു നൽകിയ അധ്യാപകൻ. ഈ 3 പേരെയാണ് നമുക്ക് ഇതിഹാസങ്ങളായിട്ട്, ആദ്യാക്ഷരങ്ങൾ കൊണ്ട് എഴുതാൻ പറ്റുന്ന ഇതിഹാസങ്ങളായിട്ട് മനസ്സിൽ ഉറപ്പിക്കേണ്ടത്. ഇതാണ് ഒരു ടീച്ചർ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും ആദ്യം മനസ്സിൽ ഉറപ്പിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഇത് അമ്മ, അച്ഛൻ, അധ്യാപകൻ. ഇതിനെ ഭാരതശാസ്ത്രം വിളിച്ചു മാതാ, പിതാ, ഗുരു, ദൈവം. ഈ പറഞ്ഞതല്ലേ അത്, അല്ലേ? മാതാ, പിതാ, ഗുരു, ഇത് 3 പറഞ്ഞു. മനസ്സിലായോ? അന്നമൂട്ടിയ അമ്മയും അന്നം നൽകിയ അച്ഛനും അറിവ് പകർന്നു നൽകിയ അധ്യാപകൻ എന്ന് പറയുമ്പോൾ അവിടെ ഉറപ്പിച്ചു മാതാ, പിതാ, ഗുരു. ആ ഗുരു നമ്മളെ എങ്ങോട്ട് എത്തിക്കുന്നു? ദൈവത്തിലേക്ക് എത്തിക്കുന്നു. എങ്ങനെ നോക്കാം? മാതാപിതാ ഗുരു ദൈവം എന്ന ആ ഒരു ശ്ലോകം നമ്മൾ എടുത്താൽ, മാതാവെന്നത് സത്യമായിട്ടുള്ള കാര്യം ആണോ അല്ലയോ? ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നാം ഉദ്ഭവിച്ചു എന്നത് സത്യമായിട്ടുള്ള കാര്യം. അപ്പൊ മാതാവിന് നമുക്ക് എന്തിനോട് ഉപമിക്കാം? സത്യത്തിനോട് ഉപമിക്കാം. മാതാവ് ഈസ് ഈക്വൽ ടു സത്യം. അങ്ങനെയെങ്കിൽ പിതാവോ? പിതാവ് എന്നത് മാതാവിനോടുള്ള നമ്മുടെ വിശ്വാസം. ശരിയോ തെറ്റോ? മാതാവ് എന്നത് സത്യമാകുന്നു, പിതാവ് എന്നത് വിശ്വാസമാകുന്നു. ശരിയല്ലേ? ആ മാതാവാകുന്ന സത്യവും പിതാവാകുന്ന വിശ്വാസവും കൂടിച്ചേരുമ്പോഴാണ് അറിവെന്ന ഗുരുവിലേക്ക് എത്തുന്നത്. ശരിയല്ലേ? ആലോചിച്ച് നോക്കൂ. വെറുതെ പറഞ്ഞതല്ല മാതാപിതാ ഗുരു ദൈവം എന്ന്. മാതാവെന്ന സത്യവും പിതാവെന്ന വിശ്വാസവും കൂടിച്ചേരുമ്പോഴാണ് അറിവെന്ന ഗുരുവിലേക്ക് നമ്മൾ എത്തുന്നത്. പറഞ്ഞ മനസ്സിലായോ? അപ്പോ ഒരു അധ്യാപകന്റെ റോൾ എവിടെയൊക്കെ ഉണ്ട്? മാതാവിന്റെ റോളുണ്ട്, പിതാവിന്റെ റോളുണ്ട്. ശരിയല്ലേ? നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികളുടെ മാതാവ് നമ്മളാണ്, പിതാവ് നമ്മളാണ്, ഗുരു നമ്മളാണ്. നേരത്തെ പറഞ്ഞ അന്നമൂട്ടുന്ന അമ്മയും അന്നം നൽകിയ അച്ഛനും അറിവ് നൽകിയ അധ്യാപകന്മാരായിട്ട് മാറുന്നു. ആ കുട്ടിയുടെ ഗുരുവായിട്ട് അഥവാ അധ്യാപകനായിട്ട് മാറുന്നു. ശരിയല്ലേ? ആ അറിവാകുന്ന ഗുരുവാണ് തിരിച്ചറിവാകുന്ന ഈശ്വരനിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. മനസ്സിലായോ? മനസ്സിലായോ? സത്യമാകുന്ന മാതാവ്, വിശ്വാസമാകുന്ന പിതാവ്, ആ സത്യവും വിശ്വാസവും കൂടിച്ചേരുമ്പോൾ അറിവാകുന്ന ഗുരു, ആ അറിവാകുന്ന ഗുരു തിരിച്ചറിവാകുന്ന ഈശ്വരനിലേക്ക്, ഈശ്വര സത്തയിലേക്ക് നമ്മെ കൈപിടിച്ചു കൊണ്ടുപോകുന്നു. മനസ്സിലായോ? അതുകൊണ്ടാണ് മാതാ, പിതാ, ഗുരു, ദൈവം എന്ന ആ ഒരു കാഴ്ചപ്പാട് ഇന്നും സനാതനമായിട്ട് നശിക്കാതെ നിലനിൽക്കാനുള്ള കാരണം ഈ പ്രകൃതിയുടെ സത്യസന്ധമായിട്ടുള്ള അവസ്ഥയാണ് മാതാ, പിതാ, ഗുരു, ദൈവം. മനസ്സിലായോ? ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളൊക്കെ മാതാപിതാക്കൾ, അമ്മമാരാണ്, അച്ഛന്മാരാണ്, അല്ലേ? നമ്മുടെ കുടുംബത്തിൽ നമ്മൾ പല പല റോളുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്, അല്ലേ? മാതാവിൻ്റെ റോള് കൈകാര്യം ചെയ്യുന്നുണ്ട്. ആ മാതാവിൻ്റെ റോള് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടിയോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്? പിതാവിൻ്റെ റോള് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ ആ കുട്ടിയോട് എങ്ങനെയാണ് പെരുമാറുന്നത്? ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിൽ മാതാവായി നിൽക്കുമ്പോൾ മാതാവിൻ്റെ റോള് നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? പിതാവായിട്ട് നിൽക്കുമ്പോൾ പിതാവിൻ്റെ റോൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളിലേക്ക് ഒന്ന് വരിക. മാതാവിൻ്റെ റോളോടുകൂടിയും പിതാവിൻ്റെ റോളോടുകൂടിയും നാം അവരോട് പെരുമാറാറുണ്ടോ എന്ന് സ്വയം ചിന്തിക്കുക. അപ്പോഴാണ് എന്താവുക? നല്ല അധ്യാപകനായിട്ട് മാറുക. അങ്ങനെയുള്ള നല്ല അധ്യാപകനായിട്ട് ആരായിട്ട് മാറുന്നത്? നല്ല ഗുരുവായിട്ട് മാറുന്നത്. മനസ്സിലായോ? ഗുരു എന്താണ്, അല്ലെങ്കിൽ അധ്യാപകന്റെ വ്യത്യസ്ത അധ്യാപക തലങ്ങൾ എന്തൊക്കെ നമുക്ക് പറയാം. അതിനു മുമ്പ് മാതാവായിട്ടും പിതാവായിട്ടും ഗുരുവായിട്ടും ഒരു കുട്ടിക്ക് ഒരു അധ്യാപകനെ കാണാൻ സാധിക്കുകയാണ് എങ്കിൽ ആ അധ്യാപകൻ ആരാണ്? നല്ല അധ്യാപകനാണ്, ഗുരുവാണ്. മനസ്സിലായോ? ഇവിടെ ഞാൻ പറഞ്ഞ ആദ്യത്തെ ഭാഗം എടുക്കുക. അന്നമൂട്ടിയ അമ്മയും അന്നം നൽകിയ അച്ഛനും അറിവ് നൽകിയ അധ്യാപകനുമാണ് ഗുരുവെങ്കിൽ, അത് 3 ഗുരുവെങ്കിൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന കുഞ്ഞിന് അന്നമൂട്ടുന്ന അമ്മയുടെ സ്നേഹം കൊടുക്കുവാനും
അന്നം നൽകിയ അച്ഛന്റെ വാത്സല്യം നൽകുവാനും അറിവ് നൽകുന്ന ഗുരുവായിട്ട് മാറുവാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മളായിട്ട് മാറി ഏറ്റവും നല്ല മഹാനായ ഏറ്റവും നല്ല അധ്യാപകനായിട്ട് മാറി. അത് തന്നെയാണ് ഗുരു എന്ന തത്വത്തിലേക്ക് ചിന്തിക്കേണ്ടത്. മനസ്സിലായോ? നിത്യചൈതന്യ യതി പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും. മുമ്പിലിരിക്കുന്ന കുഞ്ഞ് എപ്പോൾ തൻ്റെതല്ല എന്ന് മനസ്സിൽ തോന്നുന്നുവോ അപ്പോൾ എന്ത് നിർത്തിക്കൊള്ളണം? അധ്യാപന വൃത്തി നിർത്തിക്കൊള്ളണം. കേട്ടില്ലേ അത്? കാരണം മുമ്പിലിരിക്കുന്ന കുഞ്ഞ് ആരാണ്? തന്നെ കുഞ്ഞാണെന്ന് തോന്നണം, എൻ്റെ കുഞ്ഞാണെന്ന് തോന്നണം. എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ സംഭവിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കുട്ടി ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, ഞാൻ എന്ത് ചെയ്യും എന്ന ബോധം അധ്യാപകൻ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥ ഗുരു ആ അധ്യാപകന്റെ ഉള്ളിൽ ജനിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ആരാവുന്നത്? യഥാർത്ഥ ഗുരുവാകുന്നത്, യഥാർത്ഥ അധ്യാപകനാവുന്നത്. മനസ്സിലായോ? നിങ്ങളെല്ലാം അത്തരത്തിലുള്ള ഗുരുക്കന്മാരാണ്, അത്തരത്തിലുള്ള അധ്യാപകരാണ് എന്നെനിക്ക് ബോധ്യമുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ വന്നിരിക്കൂ ഈ മഴയത്ത്, ഈ തണുപ്പത്ത്, ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ എവിടെയോ എന്തുണ്ട്? ഈ ഒരു നന്മയുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഞാൻ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളാണ് എന്ന ബോധ്യത്തോടു കൂടി അവരെ സ്നേഹിക്കാനുള്ള കഴിവുണ്ട്, അവരെ സ്നേഹിക്കാനുള്ള നന്മയുണ്ട്. ആ നന്മയും കഴിവും ഈശ്വരാധീനവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് എന്താലോചിക്കുന്നത്? എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടികൾ എൻ്റെ കുഞ്ഞുങ്ങളാണ് എന്ന് തോന്നൽ നമുക്ക് ഉണ്ടാവേണ്ടത്, ഉണ്ടാവുന്നത്.